നമസ്കാരം. പൂരാടൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ ഉദ്ദേശിക്കുന്നതിലുപരി വിജയം കൈവരിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള സ്ഥാനമാനങ്ങൾ തിരിച്ചു ലഭിക്കുവാനും ഉപരിപഠനത്തിൽ ഉദ്ദേശിക്കുന്നവർക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പ്രവേശനം ലഭിക്കുവാനും കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിജയം കൈവരിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും യോഗം കാണുന്നതുമുണ്ട്. എന്നാൽ സ്വയമേവ ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് ധ്രുവീകരണം വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളുടെയും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഇടയുണ്ട്. വാത, നാഡി, നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുമെങ്കിൽ പോലും വ്യായാമത്തിന് പ്രാധാന്യം നൽകുകയും ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളും ഒരേപോലെ അനുവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രവർത്തനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ മറ്റൊരു വിസ്തൃതിയുള്ള ഗ്രഹം വാങ്ങുവാൻ തീരുമാനിക്കും. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിദേശത്തുള്ളവർക്ക് ജൂൺ മാസത്തിന് മുൻപ് തന്നെ സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അല്ലാത്ത പക്ഷം ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് ജൂൺ മാസം കഴിഞ്ഞു എങ്കിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വ്യാപാര, വിപണന, വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്ക് യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സമീപത്തുള്ള സ്ഥലത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കാനിടവരും. പുതിയതായിട്ടുള്ള പല വിധത്തിലുള്ള വെല്ലുവിളികളെയും അതിജീവിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ടെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളും ജീവിത പങ്കാളിയുടെ ആശയങ്ങളും ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. ഇതിന് ഏറ്റവും നിദാനമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനകൾ പോലും ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ മറ്റൊരു ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനും ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പേരുകേട്ട സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അനുകൂലമായിട്ടുള്ള കൃഷിയിൽ നിന്നും വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഇനി മുതൽ വിപുലീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് സംജാതമാകുവാനും ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. പലപ്പോഴും മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണ് ഏറ്റെടുക്കുന്നത് എങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരും, സ്വന്തം നിലയിലും ഉദ്ധരിക്കാൻ ഉപകരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം ഏറ്റെടുത്ത് അവലംബിക്കാനിടവരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ മിക്ക ദിവസങ്ങളിലും 1 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പലപ്പോഴും സ്നേഹബന്ധങ്ങൾക്ക് അകൽച്ച ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് സ്വന്തമുള്ള തെറ്റുകുറ്റങ്ങളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പല കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളിലും മിതത്വമുള്ള സമീപനം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ
ചില കാര്യങ്ങളെല്ലാം തന്നെ കാലത്തിൻ്റെ മാറ്റമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പക്വതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. മക്കളോടൊപ്പം മാസങ്ങളോളം അന്യനാട്ടിൽ താമസിക്കാൻ തക്കവണ്ണമുള്ള അവസരങ്ങളുണ്ടാകും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. അനൗദ്യോഗികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നത് വഴി മക്കൾക്ക് വേണ്ടി ഗൃഹം നിർമ്മിച്ചാലോ ഗൃഹം വാങ്ങിയാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവാം. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. മഹത് വ്യക്തികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള ആശയങ്ങളുടെ ചെറിയ വിഭാഗം സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കാൻ തീരുമാനിക്കും. ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. ക്ഷമ, വിനയം, ആത്മസംയമനം എന്നിവ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ഓണക്കാലത്തിനോടനുബന്ധമായിട്ടോ ഡിസംബർ മാസത്തിലോ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ ആവാമെങ്കിലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഇതാണ് പൂരാട നക്ഷത്രം ജനിച്ചവരുടെ 2026 അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ.